വാളമീൻ കറി വെച്ചാലോ? ഞാൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ ഒട്ടുന്ന വീഡിയോ ഇടാം. സാധാരണ എല്ലാവരും വെക്കുന്ന പോലെ തന്നെയാണ്. പിന്നെ എന്താ പറയുക, നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇടേണ്ട, വല്ലപ്പോഴുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഇടേണ്ട വീഡിയോസ് ഞാൻ കാണിച്ചു തരാം. വാള അവർ ഇപ്രാവശ്യം ഒരു പറ്റീര് പറ്റിച്ചു. സാധാരണ വാളയുടെ നമ്മൾ തൊലി എടുത്തിട്ടാണ് തരിക. അവർ നോർമലി അങ്ങനെ തരുന്നത്. ഞാനിപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് ഓർത്തിട്ട് ഞാൻ ശ്രദ്ധിച്ചില്ല. പക്ഷെ അവർ തൊലി എടുത്തില്ല. എന്നെ കൊണ്ട് പറ്റാവുന്ന പോലെ ഞാൻ തൊലിയൊക്കെ എടുത്തിട്ടുണ്ട്. പക്ഷെ ചിലതിൻ്റെ ഒന്നും എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഓക്കെ, ഒത്തിരി തൊലി എടുക്കുമ്പോൾ നമ്മളെടുക്കുമ്പോൾ ഒന്നും ശരിയാവത്തില്ല. എന്തായാലും കുഴപ്പമില്ല. ഇത് കണ്ടോ, ഞാൻ ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി, കടുക്, ഉലുവ ഇത്രയും എണ്ണയിലിട്ട്, ഈ വാളയ്ക്ക് ഭയങ്കര നെയ്യാണ്, അതുകൊണ്ട് ഒത്തിരി എണ്ണയുടെ ആവശ്യമില്ല. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് ഞാൻ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇടും. പിന്നെ പുളി ഓൾറെഡി കലക്കി വെച്ചിട്ടുണ്ട് ഉപ്പിട്ടിട്ട്. വാളംപുളിയാണേ, അതായത് നമ്മുടെ മീൻ കറിയുടെ സാമ്പാർ ഇടുന്നതല്ല, സാമ്പാർ ഇടുന്നതാണ്. വാളംപുളിയല്ല, കുടംപുളിയാണ് നമ്മൾ മീൻ കറിക്ക് ഇടുന്നത്. രണ്ടും ഇടും, കുഴപ്പമില്ല. ഓരോ സ്ഥലത്ത് ഓരോ പോലെയല്ലേ. അപ്പം ഞാൻ മീൻ കറിക്ക് എല്ലാം കുടംപുളി ഇടാറുള്ളൂ. വാളംപുളി സാമ്പാർ പുളിക്കാണ് വാളംപുളി എന്ന് പറയുന്നത്, അല്ലേ? എനിക്കിപ്പോഴും കൺഫ്യൂഷനാണ്. ഇതിനകത്ത് ഞാൻ ഒരിച്ചിരി വെളിച്ചെണ്ണ കൊണ്ട് ഒഴിച്ച്, വെളിച്ചെണ്ണ ഒത്തിരി കുറഞ്ഞു പോയി. ഇത് വരണ്ട് വരാനായിട്ട് ഇച്ചിരി വെളിച്ചെണ്ണ വേണം. പിന്നെ ഞാനകത്ത് മഞ്ഞപ്പൊടിയും മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഇത് പ്രത്യേകം എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരിക്കണം. അപ്പം എനിക്ക് ഇത് ചായ വെച്ചേക്കാണ്, പാൽ വെച്ചേക്കാണ്. അതുപോലെ നല്ല കടുപ്പവും വേണം ചായക്ക്. അയ്യോ, കണ്ണ് തെറ്റിയ തിളച്ച് വരും. നല്ല കടുപ്പം വേണം എനിക്ക് കേട്ടോ. അത് കുറേ നേരം ഇങ്ങനെ തിളപ്പിക്കും. ഒഴിക്കട്ടെ. നമ്മൾ ചായ റെഡിയായി. ഓക്കെ, അപ്പം ഞാൻ ഓൾറെഡി ഇതിനകത്ത് വെള്ളം ഒഴിച്ചു കണ്ടോ. അത് തിളച്ചപ്പം അതൊന്ന് വരണ്ടപ്പം ഞാൻ ഓൾറെഡി പുളിവെള്ളം ഒഴിച്ചു. എന്നിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് തിളയ്ക്കാൻ വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ മീനിടുക. പണി കഴിഞ്ഞു. ഒക്കെ കുടിച്ചിങ്ങനെ മുറ്റത്തൊക്കെ വന്നിരിക്കുക. അപ്പോഴത്തേക്ക് അത് തിളച്ചോളും. കണ്ടോ, നല്ല മഴയായിരുന്നു രാവിലെ മുതൽ, നല്ല മഴയായിരുന്നു. കോട ഒക്കെ ഇറങ്ങിയിരിക്കുമായിരുന്നു. ഇപ്പം കുറച്ച് കുറവുണ്ട്. രാത്രി 12 മണിയായി. ഇപ്പോൾ കണ്ടിട്ട് 12 മണിയാണെന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? രാവിലെ പോലെ ഇരിക്കുന്നില്ലേ? ഞാൻ വെള്ളം ഒഴിച്ചു കേട്ടോ. അത് തിളയ്ക്കണം. തിളച്ച് അത് കുറച്ചൊന്ന് കുറുകണം. ഈ മീൻ കറിയൊക്കെ നാളെ എടുക്കുന്നത്, അല്ലെങ്കിൽ വൈകുന്നേരം, രാവിലെ ഉണ്ടാക്കിയിട്ട് വൈകുന്നേരം എടുക്കുന്നതൊക്കെയാണ് നല്ലത്. നമ്മളൊക്കെ ഈ മടിച്ചുകളായതുകൊണ്ട് ഈ ഉടനെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇപ്പം തന്നെ എടുക്കും. റെഡിയായി. ഇനി അവസാനം നമ്മൾ കുറച്ച് കറിവേപ്പില ഇട്ട്. ഓൾറെഡി വെളിച്ചെണ്ണ നല്ലതായിട്ടുണ്ട്. അപ്പോൾ ഇനിയും വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കണ്ട. ഇത് ഞാൻ കറക്കി വെച്ചേക്കുക കേട്ടോ. ഈ തൊലി കളഞ്ഞതുകൊണ്ട് ചിലപ്പോൾ ഇതിങ്ങനെ പൊടിഞ്ഞു പോകും. അതുകൊണ്ട് നമ്മൾ കറക്കാനേ പാടുള്ളൂ.